ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇക്ക വൈകുന്നേരം വന്നപ്പോൾ മീൻ കൊണ്ടുവന്നിനി കേട്ടോ. അപ്പോൾ ആ മീനൊക്കെ നന്നാക്കി ഞാൻ പിന്നെ അന്ന് രാത്രിയൊക്കെ മീൻ പൊരി, പിന്നെ ആ മീനിൻ്റെ ഉള്ളിൽ നമുക്ക് പഞ്ഞീഞ്ഞ ഉണ്ടാവും, നിങ്ങളവിടെയൊക്കെ എത്താണ് പറയല്. അപ്പോൾ അതും ഞാൻ പൊരിച്ചു, മീൻ പൊരിയും പൊരിച്ചു കേട്ടോ. അപ്പോൾ രണ്ടും പൊരിച്ചു. മത്തിയാണ് കേട്ടോ കിട്ടിയത്. ഇന്ന് ചോറ് ഇത് കൂട്ടിയാണ് കേട്ടോ, മത്തിപ്പൊരി പഞ്ഞീഞ്ഞും. പിന്നെ അവിടെ തന്നെ ആ മീൻ പൊരി പൊരിച്ച പാടന്നെ അത് അവിടെ നമ്മളെ ടേസ്റ്റിൻ്റെ അവിടെ നിന്ന് തോത്തി കൊടുത്തുട്ടോ, അല്ലെങ്കിൽ പിന്നെ അതവിടെ അങ്ങനെ കടുക്കും. അപ്പം തന്നെ തോത്തിയ ഒരു വൃത്തിയാണല്ലോ. പിന്നെ നമ്മൾ പിന്നെ തോത്താ വിചാരിച്ചപ്പോൾ അങ്ങനെ നിൽക്കും. പിന്നെ നമുക്ക് തോത്തി കിട്ടാൻ ബുദ്ധിമുട്ടാവും, ഒട്ടിയൊക്കെ പിടിക്കൂലേ. അപ്പം തന്നെ തോത്തിട്ടോ. പിന്നെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറൊക്കെ തിന്നത് കേട്ടോ. ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താട്ട് വേഗം മക്കളൊക്കെ തിന്ന് എല്ലാവരും ഒപ്പാണ് ഇരുന്ന് തിന്നത് കേട്ടോ. പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് മോറിയിട്ടാം. എങ്ങനെയായാലും പാത്രങ്ങൾ ഉണ്ടാവും പറഞ്ഞ പോലെ പാത്രങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ നേരത്തെ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞങ്ങൾ മഗ്‌രിബ് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ പടം തിന്നല്ല, അതിൻ്റെ മുമ്പ് 6:35-40 ഭക്ഷണം കഴിച്ചു കേട്ടോ. മീൻ പൊരി ആയ പടന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ. ചൂടൊക്കെ ആകുമ്പോൾ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. മീൻ പൊരി ചൂടൊക്കെ ചോറൊക്കെ തിന്നുമ്പോൾ അപ്പം അങ്ങനെ തന്നെ നമ്മൾ കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അടുക്കളത്തെ പരിപാടി പിന്നെ വേഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മക്കളെ പഠിക്കുന്നതിനോ അങ്ങനത്തെ ഓരോന്നൊക്കെ നോക്കാമല്ലോ. എനിക്ക് അല്ലെങ്കിൽ നേരത്തെ ഇവിടെ നേരത്തെ ഭക്ഷണം കഴിക്കണം കേട്ടോ ഇഷ്ടം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയ്ക്ക് പോകണം. മറ്റേ 10 മണി 11 മണി, ചില ആളുകൾ 10 മണി 11 മണിക്കൊക്കെ അല്ലേ ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മളതുവരെ അങ്ങനെ നിൽക്കണ്ടേ. അപ്പം ഞാൻ വേഗം രാത്രി വേഗം ഭക്ഷണം കഴിക്കൂട്ടോ. എന്നാൽ പിന്നെ അടുക്കളത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയ്ക്ക് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വേഗം ഭക്ഷണം കഴിക്കും. പിന്നെ നമ്മൾ പാത്രമൊക്കെ മോറി അവിടെയൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കി പിന്നെ കുറച്ച് വെള്ളം മാറ്റി കൊടുക്കാണ്ട് ഇനി ചെടികൾക്ക് ഇട്ട് 3 കുപ്പി ഉണ്ടായിന്. 3 കുപ്പിയിലായിട്ട് അവിടെ വെള്ളം കുപ്പിയിലാണ് ചെടികൾ വെച്ചത് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി വെള്ളമൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ വേഗം അവിടെയൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കിയൊക്കെ കൊടുത്തു കേട്ടോ. ആ തോത്തി വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചിന്നിത്തണ്ട് കുറച്ച് ഉപ്പിലിടാണ്ടിനി കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടില്ല. അപ്പം ഇന്ന് എങ്ങനെയായാലും ഇടണം. മിച്ചം രാവിലെ ആയി ചിലപ്പോൾ ഇതിൻ്റെ ടൈം കിട്ടൂല കേട്ടോ. പിന്നെ രാത്രി ആകുമ്പോൾ പിന്നെ കുറച്ച് ഫ്രീ ആയി നിൽക്കുമല്ലോ. അപ്പോൾ പിന്നെ എന്തൊക്കെയപ്പം നുറുക്കി ഉപ്പിലിടാൻ വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് എങ്ങനെയായാലും ഉപ്പിലിടണം വിചാരിച്ചാണ് നമ്മൾ അടുക്കളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം തന്നെ പിന്നെ തോത്തിയപാട് അവിടെ ഒന്ന് പൊടി ഉണ്ടീന്. അപ്പം തന്നെ തൂത്തിയിട്ട്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കിടക്കും. അപ്പം തന്നെ തോത്തിയാൽ പിന്നെ അത് കഴിയുമല്ലോ. അപ്പം തന്നെ തോത്തി അതേപോലെ നമ്മൾ കുപ്പികൾ വെക്കണ അവിടെയൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കിയിട്ടോ. ഒന്നും തോത്തിയാൽ മതി, അല്ലാതെ തോത്തൊന്നും വേണ്ട, ഒന്നും തോത്തി വൃത്തിയാക്കിയിട്ടോ. പിന്നെ ഞാൻ ഉപ്പിലൊക്കെ ഇടാൻ വേണ്ടി നിന്നത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ. പിന്നെ നമ്മൾ നാളേക്കൊക്കെ വേണ്ടി പച്ചരി കുറച്ച് വെള്ളത്തിലിട്ടണം കേട്ടോ. നാളെ ഓട്ടാട ചൂടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ചോറിൻ്റെ വെച്ച് കുറച്ച് ബാക്കിയുണ്ട്, അത് ഫ്രിഡ്ജിൽ വെക്കണം. ഓട്ടാട ചൂടാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞാണ്ടാണ് ഞാൻ ഉണ്ണിത്തണ്ടൊക്കെ നോക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് അടുക്കളത്തെ ഒരു വിധം പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പൗതി ഇട്ടെടുക്കണം. ആ പൗതി തന്നെ അവിടെ ഫ്രിഡ്ജിൽ വെക്കണം. ഇങ്ങനെ ഉണ്ണിത്തണ്ടും മുതിരയും അങ്ങനെയൊക്കെ വെക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം പൗതിയാണ് നുറുക്കി. ആദ്യം നമ്മൾ വട്ടത്തിൽ നുറുക്കിയിട്ടോ. വട്ടത്തിൽ നുറുക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആരൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ ആരൊക്കെ കുറേ കളഞ്ഞു. പിന്നെ ചെറിയതായിട്ട് നുറുക്കിയിട്ടോ. ചെറിയ നമുക്ക് എങ്ങനെ വേണം വട്ടത്തിലും ഇടട്ടെ, ഞാൻ വട്ടത്തിലും ഇടലുണ്ട്. പിന്നെ നമ്മൾ ചെറിയതാക്കിയാണ് നടുവാക്കിയാണ്ട് നീളത്തിലിട്ട് കേട്ടോ. അപ്പം നീളത്തിൽ നമുക്ക് പിന്നെയും ചെറിയതാക്കാം. പിന്നെ നീളത്തിലാക്കിയാണ്ട് ഇതാക്കി പിന്നെ ഇതിലേക്ക് ഉപ്പും കല്ലുപ്പ് ഇട്ട് വെച്ചു. കല്ലുപ്പും പച്ചമുളകും ചുരുക്കിയിട്ട ചൂടുവെള്ളം നമ്മൾ വെള്ളം പറഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചെല്ലാം ഉള്ളു വെച്ചിട്ട് പിന്നെ ചുരുക്കയിലാണ് ഇട്ടത്. അപ്പോൾ അങ്ങനെ അത് പിന്നെ ഞാൻ 2 ദിവസം കൊണ്ടാവും ഇട്ടത്. നമ്മൾ തോനെ വെക്കണമൊന്നുമില്ല, അത് 2 ദിവസം കൊണ്ട് വേഗം ആയി കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ മക്കൾക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാനും ഇഷ്ടം അങ്ങനത്തെ. അപ്പം ഇങ്ങനെ ഇട്ടച്ച മക്കളും കൊണ്ടുപോകും. പിന്നെ രാവിലെ കൂട്ടാൻ എന്താ പറഞ്ഞ് തരികയുണ്ടല്ലോ. അപ്പം ഇത് കയ്യോളം മക്കൾക്ക് ഇത് കൊടുത്തയച്ചാൽ മതി. അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു ജനക്കുട്ടിയുണ്ട് കേട്ടോ. എന്താ അപ്പം എല്ലാത്തിനും നുറുക്കാനായാലും ചുരുക്ക വാരാനായാലും ഉപ്പിടാനായാലും ഓളില്ലാത്ത പരിപാടി ഇല്ല പറഞ്ഞ പോലെ ഓളെല്ലാ പണിക്കും തപ്പുണ്ട്. എന്നാൽ കാക്കുൻ്റെ താത്താൻ്റെ അപ്പം അവിടെ ഇരുന്നോ ഒക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇരിക്കാനാവില്ല കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലത്തെ കുറച്ച് വീഡിയോ കേട്ടോ. രാവിലത്തെ പിറ്റേ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടത് ഓട്ടാട ചുട്ടിട്ട്. അപ്പോൾ ഓട്ടാടാണ് ചുട്ടത്. പിന്നെ ജന്നതവിടെ എൻ്റെ അപ്പം ഞാൻ ഓട്ടാട ചുടുമ്പോൾ ഓൾക്കൊരു ഓട്ടാടൻ്റെ കണ്ടം കൊടുത്തു. ഓളിൻ്റെ അപ്പം അവിടെ ഇരുന്ന് ഒന്ന് തിന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ അൽമ വെച്ച നിന്നാണ്ട് ഓളിൻ്റെ അപ്പം ഓളവിടെ ഓട്ടാട തിന്നുന്നുണ്ട്.
എന്തൊക്കെയോ പറയുന്നുണ്ട്, തെറ്റി പോകുന്നുണ്ട് പറയുമ്പോൾ. പിന്നെ നമ്മൾ ഓട്ടാടി കിഴങ്ങ് കറിയാണ് കേട്ടോ. പിന്നെ കഴിച്ചുട്ട് കിഴങ്ങ് കറിയും ഓട്ടാടി നല്ല കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. കിഴങ്ങൊന്നും കടലക്കറി ആകുമ്പോൾ മക്കൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിഴങ്ങ് കറിയായിട്ടും ചട്ടിനി കറിയായിട്ടും മുട്ടക്കറിയൊക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കിഴങ്ങ് പൊരി കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. അതാകുമ്പോൾ പിന്നെ വേഗം കഴിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓട്ടാടി ഇതൊക്കെ ആകുമ്പോൾ നേരം ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ എന്താട്ടി ഇന്നലെ ഒന്നും വല്ലാതെ വെയിലൊന്നും ഇല്ലേനി കേട്ടോ. അപ്പം നമ്മൾ തിരുമ്പിയത് ഉണങ്ങാത്തതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താട്ടോ ഒക്കെ പുറത്തേക്ക് ഇട്ടിട്ട് വെയിൽ കണ്ടപ്പം. ഇന്നലെ ഇതേപോലെ വെയിൽ കണ്ടപ്പോൾ പുറത്തേക്ക് ഇട്ടിട്ട് മഴ ഒന്ന് പെയ്തിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് വെയിൽ വന്ന് മഴ പെയ്ത്, അങ്ങനെയാണ് ഇന്നലെ കേട്ടോ. പിന്നെ നല്ല മഴയല്ല വെയിലുണ്ടായപ്പോൾ എന്തായിട്ട് കുറേ മക്കളെ ട്രൗസറും പപ്പായും ഒക്കെ ഉണ്ടേനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തിട്ടു. മക്കളെ സ്കൂൾ വണ്ടി വന്നപ്പം ബാഗ് കൊടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കറി ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ ആ കഴിഞ്ഞിട്ട് ചക്കക്കുരു ഇട്ടെന്ന് നമുക്ക് കറിയല്ല നമ്മൾ വെള്ളം വറ്റിച്ച് വെക്കല്ലേ ചക്കക്കുരു മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വെച്ച് അങ്ങനത്തെ പെരി